ടുഡേ നമ്മൾ മെൻ്റൽ ഹെൽത്തിൻ്റെ സെഷനാണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാർണിംഗ് സൈൻസ് ഓഫ് മെൻ്റൽ ഇൽ ഹെൽത്ത്, സിംറ്റംസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ, പ്രിവെൻഷൻ ഓഫ് മെൻ്റൽ ഇൽനെസ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് കെയർ എങ്ങനെയാണ്. എസ്പെഷ്യലി മാസ്റ്റേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സെമ്മിലുണ്ടാവും. അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത്. സോ നമുക്ക് വാർണിംഗ് സൈൻസ് ഓഫ് മെൻ്റൽ ഇൽ ഹെൽത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമ്മൾ റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഏർലി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെൻ്റൽ ഡിസോർഡർ എന്നും കൂടി പറയാറുണ്ട്. വാർണിംഗ് സൈൻസ് ഓഫ് മെൻ്റലിന് നമ്മൾ ഏർലി ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ഓഫ് മെൻ്റൽ ഡിസോർഡർ എന്ന് അറിയപ്പെടാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത, അനുഭവങ്ങൾ, സ്വഭാവം, നമ്മുടെ പ്രവർത്തികളിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരിക. കാരണം നമ്മൾ ജനിച്ച് വീഴുന്നത് ഒരാൾ മെൻ്റൽ രോഗിയായിട്ടല്ല. നമ്മുടെ ജീവിതാനുഭവം, അന്തരീക്ഷമൊക്കെയാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. സോ ദ ചേഞ്ചസ് ഇൻ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ് ഓർ ഫങ്ഷനിങ് ദാറ്റ് സജസ്റ്റ് ദ ഓൺസെറ്റ് ഓർ പ്രസൻസ് ഓഫ് എ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം. ഇത്തരം ഡിസബിലിറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ടൈമിലി ഇൻ്റർവീൻ ചെയ്യാനും ഏർലി റെക്കഗ്നീഷൻ ഓഫ് സച്ച് ചേഞ്ചസ് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഈ സയൻസിന് നമ്മൾ പല കാറ്റഗറീസിൽ പെടുത്തി വെക്കുകയാണ്. ഇമോഷണൽ ഓർ ബിഹേവിയറൽ ചേഞ്ചസ്, കോഗ്നിറ്റീവ് ഓർ തോട്ട് റിലേറ്റഡ് സയൻസ്, ഫിസിക്കൽ ഓർ സൊമാറ്റിക് കംപ്ലയിൻറ്റ്സ്, സോഷ്യൽ ഓർ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് ആൻഡ് റിസ്കി ഓർ അൺയൂഷ്വൽ ബിഹേവിയേഴ്സ്. അങ്ങനെ ഒരു 5 കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാതും ഇനീഷ്യലി സബ്റ്റിലായിരിക്കും, നമുക്ക് മനസ്സിലാവില്ല, ഭയങ്കര സൂക്ഷ്മമായിട്ടായിരിക്കും ഇതിൻ്റെ ഏർലി സൈൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മെൻ്റലാണെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളിത് കൺട്രോൾ ചെയ്യണം. നമ്മുടെ ആ ഒരു മേഖലേനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പ്രാർത്ഥിക്കണം. പല മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. ചില ആൾക്കാർ ചുമ്മാ നടക്കുന്ന സമയത്ത് അതും ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ നടക്കും. അതൊക്കെ ഏർലി സൈൻ അല്ല, അവസാന സ്റ്റേജാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഏതിലാണ് പെടണേന്നുള്ളത് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കണ്ട് പരിചയമുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിലും കാണുന്ന ഒരു കോമൺ സിംറ്റംസാണ് ഈ പറയാൻ പോകുന്നതൊക്കെ. അതാണ് ഏർലി സൈൻ. ഇമോഷണൽ ഓർ ബിഹേവിയറൽ ചേഞ്ചസ്. ഇതിൽ പെർസിസ്റ്റൻറ്റ് സാഡ്നെസ്, എപ്പോൾ നോക്കിയാലും വിഷമിച്ചിരിക്കുന്ന ടൈപ്പില്ലേ, അത് ഭാവിയിൽ ദ എൻഡ് ഓഫ് ദ ലൈഫ് ദേ ബിക്കം മെൻ്റൽ. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് പെർസിസ്റ്റൻറ്റ് സാഡ്നെസ്, എപ്പോഴും വിഷമം. അടുത്തതാണ് തൊട്ടാവാടി സ്വഭാവം. എന്തെങ്കിലും പറഞ്ഞ് അപ്പോൾ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ കരച്ചിൽ. ടിയർഫുൾനെസ് എന്ന് പറയുക, ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ബിഹേവിയറൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക. ഇനി അടുത്തതാണ് ഇറിറ്റബിലിറ്റി. ഇപ്പോഴും വേറെ ആൾക്കാരെ ചൊറിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അവർക്കൊരു ഹാപ്പി കിട്ടുള്ളൂ. അതിന് സാഡിസ്റ്റ് എന്ന് അങ്ങനത്തെ ആൾക്കാരെ പറയാം. മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ട് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഒരു കോമൺ ലൈഫ് നയിക്കുന്ന ആൾക്കാരൊക്കെ മെൻ്റലാണ്. അപ്പോൾ അവരെന്നൊക്കെ നമ്മൾ മാറി നടക്കുക. ഓർ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് പണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ വലിയ താല്പര്യം കാണുന്നില്ല. അതിനാണ് നമ്മൾ ആൻഹീഡോണിയ എന്ന് പറയുക. അതിൽ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഹീഡോണിയ എന്ന് പറയുന്നത് ദ ലോസ് ഓഫ് പ്ലഷർ ഇൻ യൂഷ്വൽ ആക്ടിവിറ്റീസ്. മുൻപ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നോ സാധാരണയായി സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നോ ആനന്ദം അനുഭവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ആൻഹീഡോണിയ. അതായത് മുമ്പ് നമ്മൾ ഹാപ്പി ആയിരുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നും ഇപ്പം നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടുന്നില്ല. അതാണ് ആൻഹീഡോണിയ. ഈ അഡിക്ഷനൊക്കെ വരുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുഞ്ഞളവ് മയക്കുമരുന്ന് മതിയാവും അഡ്ജസ്റ്റ് ആവാൻ. പിന്നെ അതിന്ന് ആനന്ദം കിട്ടാണ്ടാവുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഹയർ ഡോസിലേക്ക് പോകുന്നത്. അതൊക്കെ ആൻഹീഡോണിയാണ്. അപ്പോൾ അങ്ങനെ പല മേഖലയിലും ആൻഹീഡോണിയ പറയാൻ പറ്റും. ഇനി അടുത്തത് എക്സസീവ് വറി, ഫിയർ, ആങ്സൈറ്റി ഓർ പാനിക് അറ്റാക്സ് വിത്തൗട്ട് ക്ലിയർ റീസൺ. എക്സസീവായിട്ട് നമുക്ക് ചുമ്മാ അറ്റാക്ക് വരിക എന്ന് വെച്ചാൽ റീസൺ ഇല്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ, പിന്നെ പരിഭവം, വിഷമം, പേടി, ഇതൊക്കെ സംഭവിക്കുക എക്സസീവായിട്ട് വിത്തൗട്ട് എനി ക്ലിയർ റീസൺ.
അത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ദേഷ്യം വരിക, പിന്നെ ഔട്ട്ബേഴ്സ്റ്റ്, അഗ്രഷൻ, അക്രമാസക്തി, ഓർ വിത്ഡ്രോവൽ ഫ്രം ഫാമിലി ഓർ ഫ്രണ്ട്സ്. വീട്ടിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ മാറി നടക്കുക, ഒന്നും പറഞ്ഞനുസരിക്കാതെ നടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അവർ ചെറുപ്പകാലത്ത് നമ്മൾക്ക് പാരൻസിനെ നന്നായിട്ട് അടിച്ച് വളർത്തി കഴിഞ്ഞാൽ അവർ വലുതാവുമ്പോൾ ഫാമിലിയോട് കൂടെ നിൽക്കും. അതൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. മെൻ്റൽ ഹെൽത്ത് നമ്മൾ ചെറുപ്പകാലത്ത് നന്നായി വളർത്തിയ കുട്ടികൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് ശിക്ഷിച്ച് വളർത്തിയാൽ തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് കുറേ മാറിക്കിട്ടും. ഉള്ള ശിക്ഷണത്തിൻ്റെ കൂടെ ഫാമിലിയിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ആൻഡ് സ്നേഹം കൂടി വേണം. ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്നായാലും നമ്മൾക്ക് നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക. നമ്മുടെ കൂടെ ലോങ് ടൈം ആയിട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഫ്രണ്ട്സിനെ മാത്രം പിടിക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. നെക്സ്റ്റ്, കൊഗ്നിറ്റീവ് ഓർ തോട്ട് റിലേറ്റഡ് സയൻസ്. നമുക്ക് ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പള്ളിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് പ്രഭാഷണങ്ങളൊന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര സമയത്തിനധികം കേൾക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ മാറിപ്പോകുന്നു. അതൊരു കൈൻഡ് ഓഫ് മെൻ്റലാണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. വയസ്സാം കാലത്തുണ്ടാവുന്ന ഡിമെൻഷ്യ അതൊന്നും ഒരു മെൻ്റലല്ല, അത് വയസ്സാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ചെറുപ്പത്തിലേ നമുക്ക് മെമ്മറി ലോസ്റ്റ് ആവുക, അതൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് മെൻ്റലാവുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ തോട്ട്സ് ഇങ്ങനെ റേസ് ചെയ്ത് വരിക, ഒന്നിന് പുറമെ ഒന്നൊന്നായിട്ട് പല പല തോട്ട്സ് ഇങ്ങനെ മാറി മാറി മനസ്സിലേക്ക് വരിക, കൺഫ്യൂഷൻ, പിന്നെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള തിങ്കിങ്. അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് വേറെ പല ടോപ്പിക്കുകളിലേക്ക് ഇങ്ങനെ ചാഞ്ചാടി അവസാനം ഒരു എൻഡിങ് ഇല്ലാണ്ട് പോവുക. അത് ആ തിങ്കിങ് പ്രോസസ്സ് നമ്മുടെ ഡിസോർഗനൈസ്ഡ് ആയതുകൊണ്ടാണ് നമ്മുടെ സ്പീച്ചിൽ അത് എക്സ്പ്രസ് ആവുന്നത് പലരുടെയും. പിന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള തോട്ട് ഓഫ് ഡെത്ത്, ഇപ്പോൾ മരിക്കും, അല്ലെങ്കിൽ എനിക്ക് സൂയിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യുക. അത് ഈ മയക്കുമരുന്നൊക്കെ ചെയ്ത ആൾക്കാർ ചുമ്മാ ഇഞ്ചക്ഷനൊക്കെ ഒരു പേടിയും ഇല്ലാണ്ട് കുത്തി വയ്ക്കുന്നത് കാണാം. അതൊക്കെ സെൽഫ് ഹാം ആണെന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഒരു കൊഗ്നിറ്റീവ് ഓർ തോട്ട് റിലേറ്റഡ് സയൻസ് ഫോർ മെൻ്റൽ ഇൽനെസ്. അടുത്ത ഫിസിക്കൽ ഓർ സൊമാറ്റിക് കംപ്ലൈൻറ്റ്. അതായത് നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഫാറ്റിക്, ക്ഷീണം, തന്നെ ഫാറ്റിക് എന്ന് വെച്ചാൽ ക്ഷീണം. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കത്തിൻ്റെ ഇടയിൽ തടസ്സം അനുഭവിക്കുക, ഇടയ്ക്ക് ഉറക്കം നഷ്ടപ്പെടുക, വീണ്ടും ഉറങ്ങുക, അതൊരു പ്രശ്നം. പിന്നെ ഇൻസോംനിയ എന്ന് വെച്ചാൽ ഉറക്കമില്ല, രാത്രി ഒന്നും ഉറക്കമില്ല. ഹൈപ്പർ സോംനിയ എന്ന് പറയുമ്പോൾ നല്ല ഉറക്കം, ഒരു കുംഭകർണൻ്റെ പോലെ കണ്ടിന്യൂസ് ഒരു 10 മണിക്കൂറിനും കൂടുതൽ ഉറങ്ങാൻ പറ്റുന്നതും ഒരു മെൻ്റൽ രോഗമാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ വിശപ്പില്ലായ്മ ലൊക്കെ വ്യത്യാസം, അതായത് വിശപ്പിന് വ്യത്യാസം വരിക, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുക, കൂടുക കുറയുക അങ്ങനെയൊക്കെ ആവുന്നതൊക്കെ അത് ഫിസിക്കൽ അല്ലെങ്കിൽ സൊമാറ്റിക് കംപ്ലയിൻസിൽ വിടും. കഴിഞ്ഞിട്ടില്ല ഫ്രീക്വൻറ്റ് ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക് ഓർ അതർ ഫിസിക്കൽ സിംറ്റംസ് വിത്തൗട്ട് മെഡിക്കൽ കോസ്. നമുക്ക് ഡോക്ടർക്ക് പോകുമ്പോൾ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷേ നമുക്ക് തലവേദനയുണ്ട്, വയറുവേദനയുണ്ട്, അതാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരിക. അത് സോഷ്യൽ ഓർ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സഡൻ ഡിക്ലൈൻ ഇൻ ദ പെർഫോമൻസ്, അതായത് വീട്ടിലായാലും സ്കൂളിലായാലും വർക്കിംഗ് പ്ലേസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഭയങ്കര കുറവ്, എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഒക്കെ കുറഞ്ഞു വരുന്നു. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഗ്രൂപ്പിലൊന്നും പോവാതെ ഐസൊലേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ കാണുമ്പോൾ അവോയ്ഡ് ചെയ്യുക, ഹോബീസിലൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുക, പിന്നെ പേഴ്സണൽ ഹൈജീൻ ഇല്ലാണ്ടാവുക, അതൊക്കെ സോഷ്യൽ ആണ്, ഫങ്ഷൻ ഇമ്പയർമെൻ്റ് ആണ്. പിന്നെ OCD ഒരു മെൻ്റൽ ഇൽനെസ് ആണോ? സത്യം പറഞ്ഞാൽ അതെ. അതായത് എന്ത് കാര്യത്തിലായാലും അമിതമായാലും തീരെ ഇല്ലെങ്കിലും അതൊരു മെൻ്റൽ ഇഷ്യൂ ആണ്. അപ്പോൾ നെഗ്ലക്റ്റ് ഓഫ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും അക്രമാസക്തമായിട്ട് നമ്മൾ വൃത്തിയില്ലാണ്ടാക്കുക, അതായത് കൊല്ലത്തിലൊരിക്കലൊക്കെ നമ്മുടെ പേഴ്സണൽ ബാത്റൂം കഴുകുക, അതൊക്കെ ഒരു മെൻ്റൽ ഇഷ്യൂവിന് കാരണമാണ്. അതുപോലെ അല്ലെങ്കിൽ ഒരു മുടി ബാത്റൂമിൽ വീണ് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നം, അത് OCDക്കാരുടെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം മെൻ്റൽ ഇഷ്യൂസാണ്. പക്ഷെ നമ്മൾ ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ സൂക്ഷിക്കണം. നമ്മുടെ മെൻ്റൽ ഇഷ്യൂ വേറെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ മാറി നടക്കുക,
പിന്നെ അപ്പിയറൻസ്, എപ്പോഴും ഒരു വൃത്തികെട്ട ഫോമിൽ പുറത്തേക്ക് പോവുക, അതായത് അത് തല കുളിക്കാതെ, മുടി ചീകാതെ, അല്ലെങ്കിൽ കുളിക്കാതെയൊക്കെ കുറച്ചൊരു മിനിമലിസ്റ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാൻ പാടില്ല, പക്ഷേ തീരെ മേക്കപ്പ് ചെയ്യാതെ നടക്കാം വെച്ചാൽ അറ്റ്ലീസ്റ്റ് മുടിയൊക്കെ വൃത്തിയിൽ ചീകി അല്ലെങ്കിൽ ട്രിം ചെയ്ത്, മെന്നാണെങ്കിൽ ട്രിം ചെയ്തിട്ടൊക്കെ വൃത്തി വെടുപ്പിൽ അയൺ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക. അതൊക്കെയാണ് അപ്പിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോഷ്യൽ ഓർ ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് ആണ് അതൊക്കെ. അതായത് ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കുക എന്നുള്ളത്. അടുത്തത് റിസ്കി ഓർ അൺയൂഷ്വൽ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു മരുന്ന് പോലെ സെൽഫ് മെഡിക്കേഷനായിട്ടാണ് ചില ആൾക്കാർ ഈ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഉപയോഗിക്കുന്നത്. ഒരു പരിധി വിട്ടിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. പിന്നെ റെക്ലെസ് ആക്ഷൻ എന്ന് വെച്ചാൽ അശ്രദ്ധമായി പെരുമാറുക, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ റിസ്ക്കിയാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവപ്പെടും. അതുപോലെ സെൽഫ് ഇഞ്ചുറി നടത്തുക, അല്ലെങ്കിൽ ഒരു ടോക്കിംഗ് അബൌട്ട് ഹോപ്പ്ലെസ്നെസ് ഓർ വെർത്ത്ലെസ്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് സൂയിസൈഡിൽ ഡെത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു പെസിമിസ്റ്റിക്കായിട്ട് ഒന്നിനും ഒരു കാര്യമില്ല, നമ്മൾ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഹോപ്പ്ലെസ്നെസ്സൊക്കെ മെൻ്റൽ ഇൽനെസ്സാണ്. നവഡേയ്സ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഇപ്പം മെൻ്റൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഈ വാർണിംഗ് സൈൻസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഹാവ് ടു അഷ്യൂർ ദാറ്റ് വി ആർ മെൻ്റൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന്. എന്നിട്ട് നമ്മൾ കൗൺസിലിങ്ങിന് പോയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും കൗൺസിലിംഗ് സെൻറ്ററിൽ, അവരുടെ അടുത്ത് സംസാരിക്കുക. മാത്രമല്ല കമ്മ്യൂണിറ്റി ലെവൽ അവെയർനെസ് ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്തിനെ പറ്റി വേണം. പക്ഷേ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് അങ്ങനെ പല പ്ലാറ്റ്ഫോമിലൂടെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ സാധിക്കും. പക്ഷേ കമ്മ്യൂണിറ്റി ലെവൽ അവെയർനെസ് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ക്രിസ്ത്യൻ ആണ്, അതുകൊണ്ട് കുറച്ച് റിലേറ്റ് ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റി കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. പള്ളിയിലൊക്കെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് പോലെയൊക്കെ വിളിച്ച് പറയാം, അതായത് ഇവിടെ നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് ക്യാമ്പ് വയ്ക്കുന്നുണ്ട്, അപ്പം എല്ലാവർക്കും ഫ്രീ ആയിട്ട് പങ്കെടുക്കാം, അങ്ങനെയൊക്കെ വെക്കുക. അതാണ്. പിന്നെ സ്റ്റിഗ്മ റിഡക്ഷൻ, ചില ആൾക്കാർക്ക് എന്താ മെൻ്റൽ ഹെൽത്ത് എന്ന് അറിയില്ല, അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് അറിയില്ല. ഇത്രയും കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്തിൽ വീഴുമെന്ന് ആരും വിചാരിക്കില്ലല്ലോ. അപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധാരണകളുണ്ടാകും, അതൊക്കെ മാറ്റാൻ ക്വസ്റ്റ്യനയേഴ്സൊക്കെ വെച്ച് ഒരു നല്ല പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാം. കാരണം മെൻ്റൽ ഹെൽത്ത് സർവീസ് ഭയങ്കര കുറവാണ്, വളരെ ലിമിറ്റഡാണ് ഇന്ത്യയിൽ. ഇതിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഏർലി ഡിറ്റക്ഷൻ ത്രൂ ഫാമിലി ഓർ കമ്മ്യൂണിറ്റി ഒബ്സർവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. സിംറ്റംസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ആണ് പറയുന്നത്. എന്തൊക്കെ ശരിക്കും ഫുള്ളി ഡ്രഗ് അഡിക്റ്റായ ആൾക്കാരുടെ സിംറ്റംസ്. നേരത്തെ സ്റ്റാർട്ടിങ് സിംറ്റംസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ഇൻഡിക്കേഷൻസ് ആയിരുന്നു പറയേണ്ടിയിരുന്നത്. ഇപ്പം നമ്മൾ ഫുൾ അഡിക്റ്റായ ആൾക്കാരുടെ അവസ്ഥയാണ്. ഇത് നമുക്കറിയാം ദിസ് ഈസ് ഹാംഫുൾ കോൺസിക്വൻസ് ഉള്ള കാര്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ കമ്പൾസീവായിട്ട് ഈ ഡ്രഗിനെ സീക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ക്രോണിക്കലി അല്ലെങ്കിൽ റിലാപ്സിങ് റിപ്പീറ്റഡ്ലി നമ്മൾ ഈ സെയിം ഡ്രഗിനെ വേണ്ടിയിട്ട് അന്വേഷിക്കുന്നതിനെയാണ് ശരിക്കും ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. DSM ഓർ ICD, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ, അതുപോലെ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇതിൽ പറയുന്നത് കമ്മ്യൂണിറ്റി മെഡിസിന് വേണ്ടിയിട്ട് അവർ മെൻ്റൽ ഹെൽത്തിനെ സിംറ്റംസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോർ ബിഹേവിയറൽ സിംറ്റംസ്, വിത്ഡ്രോവൽ സിംറ്റംസ്, സോഷ്യൽ ആൻഡ് ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സയൻസ് എന്നുള്ള ടെർമിനോളജീസിൻ്റെ അണ്ടറിലാണ് മെയിൻ സിംറ്റംസൊക്കെ പെടുത്തുന്നത്. കോർ ബിഹേവിയറൽ സിംറ്റംസിൽ തന്നെ വരുന്നത് എന്താണെന്ന് അറിയോ? ബിഹേവിയറൽ സിംറ്റം ഒന്ന് ലോസ് ഓഫ് കൺട്രോൾ, നമ്മുടെ ആത്മസംയമനം പോവുക. ഇറ്റ് നീഡ് ടു യൂസ് എ ലാർജർ എമൗണ്ട് ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ ഇൻറ്റൻറ്റഡ്. അതിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സമയവും പിന്നെ എമൗണ്ടും ഉപയോഗിക്കേണ്ടി വരും ആ ഒരു അഡിക്റ്റായ കാര്യം. പിന്നെ ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുഡ്, ഫോണ്, മയക്കുമരുന്ന് കാര്യങ്ങൾ, ഡ്രഗ്സ് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ തോന്നണമെന്ന് തിങ്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ?
anything that we can't avoid for at least 1 week. Example, homesickness is also a kind of addiction. നമുക്ക് പാരൻസിനെ കാണാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ബൈബിളിൽ പറയുന്നത് നശ്വരമായ ഒന്നിനോട് നമ്മൾ അഡിക്ഷൻ പാടില്ല എന്നാണ്. എല്ലാം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒന്നിനോടും ഒരു കാലത്തും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല. ലോസ് ഓഫ് കൺട്രോൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് സ്ട്രോങ് ഡിസയർ. ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് അൺസക്സസ്ഫുൾ എഫർട്ട് ടു കട്ട് ഡൗൺ ഓർ കൺട്രോൾ യൂസ്. അത് കാരണം നമ്മുടെ സ്ട്രോങ് ഡിസയറാണ്. നമുക്ക് ആഗ്രഹമുണ്ട് നമുക്കിതൊന്ന് കുറയ്ക്കണം, കൺട്രോൾ ചെയ്യണമെന്ന്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അൺസക്സസ്ഫുൾ എഫേർട്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, മാറ്റാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ സ്ട്രോങ് ഡിസയർ കാരണം ഇതൊന്നും നേടിയാവുന്നില്ല. ദറ്റ് ഈസ് ദ പെർസിസ്റ്റൻറ്റ് ഡിസയർ ഓർ അൺസക്സസ്ഫുൾ എഫർട്ട് ടു കട്ട് ഡൗൺ ഓർ കൺട്രോൾ യൂസ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഡിസയർ. സ്ട്രോങ് ഡിസയർ എന്നുള്ള കീവേഡാണ് കോർ ബിഹേവിയറിൽ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ ക്രേവിങ്സ് ആൻഡ് കമ്പൽഷൻ. അതായത് സ്ട്രോങ് ആയിട്ടുള്ള പെർസിസ്റ്റൻറ്റ് നിലനിൽക്കുന്ന ക്രേവിങ് ഓർ അർജ് ടു യൂസ് ദ ഡ്രഗ് ഈവൻ ദോ വി നോ ഇറ്റ് കോസ് സം ഫിസിക്കൽ, സൈക്കോളജിക്കൽ ഓർ സോഷ്യൽ ഹാം. വി യൂസ് ഇറ്റ് കണ്ടിന്യൂസ്ലി even we have the knowledge. That is craving. Then is another ഒരു ഫീച്ചറാണ് കോർ ബിഹേവിയറൽ സിംറ്റമാണ് ടോളറൻസ്. ടോളറൻസ് ലെവൽ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഇറ്റ് ഈസ് എ മാർക്കറ്റ്ലി ഡിമിനിഷ്ഡ് എഫക്റ്റ് വിത്ത് കണ്ടിന്യൂഡ് യൂസ് ഓഫ് ദ സെയിം എമൗണ്ട്. അതായത് സെയിം എമൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മതിയാവാതെ വരും. അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു പോവുകയാണോ എന്നൊരു ഡൗട്ട് അടിക്കുന്ന കൈൻഡ്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും അതിൻ്റെ യൂസേജ്. സോ ഇറ്റ് നീഡ് എ മാർക്കറ്റ്ലി ഇൻക്രീസ്ഡ് എമൗണ്ട് ടു അച്ചീവ് ദ ഇൻടോക്സിക്കേഷൻ. ഇൻടോക്സിക്കേഷൻ എന്ന് വെച്ചാൽ ലഹരി, മത്ത്. അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? ശാരീരികമോ മാനസികമോ ആയ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ആ ഡിസൈഡ് എഫക്റ്റ് എത്തുന്നത് വരെ അവർ ഈ സെയിം എമൗണ്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ അവർക്കത് വളരെ കുറച്ചായിട്ട് തോന്നും. സോ ദേ ഇൻക്രീസ് ദ കൺസപ്ഷൻ. ആ കൺസപ്ഷൻ ലെവല് ആ എഫക്റ്റ് കുറയുന്ന ഡിമിനിഷ് ചെയ്യണതിനനുസരിച്ച് കൺസപ്ഷൻ ലെവൽ കൂട്ടുന്നതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കപ്പാസിറ്റി അതിന് കൂട്ടിക്കൊണ്ടുവരിക. എന്നാലേ നമുക്ക് ആ ഡിസൈഡ് എഫക്റ്റ് എത്തുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷനിലേക്ക് വരുന്നുള്ളൂ. അതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. So, loss of control, strong desire, craving and compulsion, tolerance. These are the 4 features under core behavioral symptoms. നെക്സ്റ്റ് ഈസ് വിത്ഡ്രോവൽ സിംറ്റം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഡ്രഗ് അഡിക്ഷൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് മാറ്റി പിടിക്കുകയാണ്, വിത്ഡ്രോ ചെയ്യുക. അതായത് ഈ ഡ്രഗ് കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സിൻഡ്രോം പോലെ ആണ് സംഭവിക്കുന്നത്. സിംറ്റംസ് അല്ല, ഇതിലേക്ക് വിത്ഡ്രോവൽ സിൻഡ്രോം തന്നെയാണ് അറിയപ്പെടുന്നത്. വെൻ സ്റ്റോപ്പിംഗ് ഓർ റെഡ്യൂസിങ് ഇറ്റ്സ് യൂസ്. അതിൽ വരുന്നതാണ് ഒന്ന് ആങ്സൈറ്റി, ട്രെമർ എന്ന് വെച്ചാൽ വിറയൽ. ചില ആൾക്കാർ ഗ്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ വിറക്കില്ലേ, കാരണം അവർക്ക് വിത്ഡ്രോവൽ ആയതുകൊണ്ടും വേറെ പല ബയോ കെമിക്കൽ മെക്കാനിസം നമ്മുടെ ബോഡി നടക്കുന്നതുകൊണ്ടൊക്കെയാണ്. പ്ലസ് സ്വെറ്റിങ് ഉണ്ടാവുക, നൗസിയ, അതായത് ഓക്കാനം, ഛർദ്ദിക്കാൻ വരുന്ന തോന്നല് ഫോർ ആൽക്കഹോൾ. പിന്നെ ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ ഫോർ ഒപ്പിയോയിഡ് നല്ല ഉറക്കം വരുന്നതാണ്. അപ്പോൾ ഉറക്കമില്ലാണ്ടാവുക. പിന്നെ അപ്പോൾ മാത്രമല്ല വിത്ഡ്രോവൽ സിംറ്റംസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിത്ഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദ സെയിം ഡ്രഗ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് കഴിക്കുക എന്നുള്ളതിനാണ്. അതാണ് ആകെ ആശ്വാസം. ദ ഓൺലി റിലീഫ് ഫ്രം ദ വിത്ഡ്രോവൽ സിംറ്റം ഈസ് യൂസിങ് ദറ്റ് സബ്സ്റ്റൻസ്. ആ അഡിക്ഷൻ്റെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വലിയ വിത്ഡ്രോവൽ സിംറ്റംസ്, ആ സിൻഡ്രോം കുറേ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വിത്ഡ്രോവൽ സിംറ്റംസ് ഈസ് എ കൈൻഡ് ഓഫ് സിംറ്റംസ് ഓഫ് എ ഡ്രഗ് അഡിക്ഷൻ. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്സൈറ്റി, ട്രെമർ, സ്വെറ്റിംഗ്, നൗസിയ ഫോർ ആൽക്കഹോൾ, ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ ഫോർ ഒപ്പിയോയിഡ്, ഇതൊക്കെയാണ് ആ സിൻഡ്രോമിൽ വരുന്ന കുറച്ച് വിത്ഡ്രോവൽ സിംറ്റംസ്. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ്. ഫെയിലിയർ ടു ഫുൾഫിൽ മേജർ റോൾ ഒബ്ലിഗേഷൻസ് അറ്റ് വർക്ക്, സ്കൂൾ ഓർ ഹോം. പിന്നെ
അതായത് നമ്മൾ കടപ്പാടുണ്ടെങ്കിൽ അതൊന്നും ഫുൾഫിൽ ചെയ്യാതെ പാതി വഴിയിൽ നിർത്തിപ്പോകുന്നു. അതൊരു എക്സാമ്പിളാണ്, സിംറ്റമാണ്. മാത്രമല്ല പെർസിസ്റ്റൻ്റ് ഓർ റിക്കറൻറ്റ് സോഷ്യൽ ഓർ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ്, ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡ്രഗ് അഡിക്ഷൻ്റെ സൈഡ് എഫക്റ്റാണ്. പിന്നെ ഗിവിങ് അപ്പ് ഓർ റെഡ്യൂസിങ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഓർ ഒക്യുപ്പേഷണൽ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, നമുക്ക് വിനോദമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഇൻ്ററാക്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഉപേക്ഷിക്കുക. ഗിവിങ് അപ്പ് ഓർ റെഡ്യൂസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഒക്യുപ്പേഷണൽ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനൊക്കെ മാറി നിൽക്കുന്നത് ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ആൻഡ് ഫങ്ഷണൽ ഇമ്പയർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സിംറ്റമാണ്. അതായത് ഈ ഡ്രഗ് അഡിക്റ്റിൻ്റെ ഒരു മേജർ സിംറ്റമാണത്. നെക്സ്റ്റ് ഈസ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സയൻസ്. നെഗ്ലക്റ്റ് ഓഫ് ഹെൽത്ത്, ഹൈജീൻ ആൻഡ് ന്യൂട്രീഷൻ. നല്ല പോഷകാഹാരം ഒന്നും കഴിക്കാൻ താല്പര്യമില്ല, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്പൈസി മാത്രം കഴിക്കുന്നു, അല്ലെങ്കിൽ ഹൈജീൻ ഇല്ല. നേരത്തെ മുന്നേ പറഞ്ഞത് തന്നെയാണ്, ഹെൽത്ത് നോക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഈസ് മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ഓർ പാരനോയിയ. മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സന്തോഷത്തിൽ നിന്ന് സങ്കടത്തേക്ക് മാറുക, അല്ലെങ്കിൽ അങ്ങനത്തെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിരാശ. ആങ്സൈറ്റി എന്ന് വെച്ചാൽ അമിതമായ വ്യാകുലത, ആശങ്ക, ഭാവിയോർത്ത് ഭയക്കുക. അല്ലെങ്കിൽ പിന്നെ പാരനോയ എന്ന് പറയുന്നൊരു ടെർമിനോളജി പുതിയതാണല്ലോ. മറ്റുള്ളവർ തന്നെ ദ്രോഹിക്കാനോ വഞ്ചിക്കാനോ നിരീക്ഷിക്കാനോ ശ്രമിക്കുന്നുണ്ടെന്ന അടിസ്ഥാനരഹിതമായ സംശയമോ ഭയമോ തോന്നുന്ന മാനസികാവസ്ഥയാണ് പാരനോയ. അതായത് അവർ നമ്മളിപ്പോഴും എന്തെങ്കിലും ചെയ്യുമോ, നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കി വെക്കുമോ, അങ്ങനെ പേടിക്കുന്ന ഒരു അസുഖമാണ് പാരനോയ. അതൊക്കെ ഈ ഡ്രഗ് അഡിക്ട്സിന് ഉണ്ടാവുന്ന മെയിൻ സിംറ്റമാണ്. പിന്നെ അടുത്തത് റിസ്കി ബിഹേവിയേഴ്സ് ലൈക്ക് ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ്, DUI. അതെന്താണെന്നറിയോ? നമ്മൾ വെള്ളമടിച്ചിട്ട് മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്നതിനെയാണ് DUI എന്ന് പറയുന്നത്. നമ്മൾ പോലീസ് പിടിക്കും, അങ്ങനത്തെ കേസൊക്കെ വരും. പിന്നെ അൺസേഫ് സെക്സ്, എക്സാമ്പിൾ സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അല്ലെങ്കിൽ എന്നിട്ട് ഒരു പേടിക്കാം, ഇനി വല്ല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ അൺപ്ലാൻഡ് പ്രഗ്നൻസി എങ്ങാനും ഉണ്ടാവുമോ. അത് ഈ അഡിക്ഷൻ്റെ ശേഷം സെക്സിനുള്ള അഡിക്ഷനൊക്കെ ഉണ്ടാവും, അതൊരു അഡിക്ഷനാണല്ലോ. അപ്പോൾ അങ്ങനെ റിസ്കി ബിഹേവിയേഴ്സ് പ്രകടിപ്പിക്കാം. റിസ്കി ബിഹേവിയേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഈ ഇഷ്യൂസൊക്കെയാണ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സയൻസിൻ്റെ ഉള്ളിൽ വരുന്ന കുറേ മേജർ സിംറ്റംസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഇപ്പം ഞാൻ കുറേ പറഞ്ഞു. ലോസ് ഓഫ് കൺട്രോൾ, പിന്നെ സ്ട്രോങ് ഡിസയർ, ക്രേവിങ്സ് ആൻഡ് കമ്പൾഷൻ, പിന്നെ ഹൈ ടോളറൻസ്. ഇതൊക്കെ കോർ ബിഹേവിയറൽ സിംറ്റംസിൽ അണ്ടർ വരുന്നായിരുന്നു. വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വിത്ഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവുന്നത്, ആ സിൻഡ്രോം എന്ന് പറയുന്നതാണ് ഒരു സിംറ്റം. അതിൽ കുറേ കാര്യങ്ങൾ വരും, ലൈക്ക് ആങ്സൈറ്റി, ട്രെമർ, സ്വെറ്റിംഗ്, നൗസിയ ഫോർ ആൽക്കഹോൾ, ഇറിറ്റബിലിറ്റി, ഇൻസോമിനിയ ഫോർ ഓപ്പിയോയിഡ്സ് ഒക്കെ. പിന്നെ സോഷ്യൽ ആൻഡ് ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്ലിഗേഷനൊന്നും ഫുൾഫിൽ ചെയ്യാതെ പോവുക, ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് കൂടുതലുണ്ടാക്കുക, സോഷ്യൽ പ്രോബ്ലംസിലൊക്കെ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് ഉണ്ടാവുന്നു. അതൊക്കെയാണ് സോഷ്യൽ. പിന്നെ സോഷ്യൽ ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരു ഡിസ്റ്റൻറ്റ് കീപ്പ് ചെയ്ത് നടക്കുക. ദാറ്റ്സ് അവരെന്തിനെങ്കിലും ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മെയിൻ ഫീച്ചറാണ്. സം പീപ്പിൾ ആർ മെയിൻ ഇൻട്രോവേർട്സ്. അവരേതിലെങ്കിലും നല്ല കാര്യത്തിനാണെങ്കിലും പൊട്ട കാര്യത്തിനാണ് എന്തിനെങ്കിലും ഒരു അഡിക്റ്റ് അവരായിട്ടുണ്ടാവും. എന്തിനെങ്കിലും അഡിക്റ്റ് ആയ ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. ഒന്നിനോടും അഡിക്ഷൻ ഇല്ല എന്ന് പറയുന്നതും നല്ലതൊന്നല്ല. എന്തിനെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി അഡിക്റ്റ് ആവണം. അപ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അഡിക്റ്റ് ആവുന്നത് തെറ്റൊന്നുമല്ല. എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. വേറെ ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോഴേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല കൈൻഡ് ഓഫ് അഡിക്ഷനാണ്. പിന്നെ മോട്ടിവേറ്റ് ചെയ്താൽ തിരിച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അഡിക്ഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ്. അത് അവരെ
സെയിം ടൈം മോട്ടിവേറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സയൻസ് എന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്, ഹെൽത്ത്, ഹൈജീൻ, ന്യൂട്രീഷൻ നോക്കാത്ത നടക്കുന്നു. പിന്നെ ആങ്സൈറ്റി, പാരനോയ, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഒക്കെ പിടിച്ച് നടക്കുന്നു. അതുപോലെ റിസ്കി ബിഹേവിയേഴ്സ് എന്തെങ്കിലും കാണിക്കും, ലൈക്ക് DUI, ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ്. അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് അഡിക്ഷൻ തുടങ്ങിയിട്ടുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് വെള്ളമടിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ കൊണ്ട് മോട്ടോർ വാഹനം ഓടിക്കുന്നു, ലൈക്ക് ഏതെങ്കിലും വേറെ കൈൻഡ് ഓഫ് അഡിക്ഷൻ. വെള്ളം തന്നെ ആവണമെന്നില്ല, ആ ഇൻഫ്ലുവൻസ് മയക്കുമരുന്ന് കഴിച്ചിട്ട് വണ്ടി ഓടിച്ചാലും നമുക്ക് റിസ്ക് ആണല്ലോ. ദറ്റ് കൈൻഡ് ഓഫ് റിസ്കി ബിഹേവിയർ. അൺസേഫ് സെക്സ് ഓൾസോ റിസ്കി ബിഹേവിയർ ആണ്. ഇതിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ആൽക്കഹോൾ, ഒപ്പിയോയിഡ്, കന്നാബീസ്. കന്നാബീസ് എന്ന് വെച്ചാൽ എന്താ, കഞ്ചാവ്, ഗഞ്ച എന്നൊക്കെ പറയും. ഇവിടെ ലോക്കലായിട്ട് സ്റ്റഫ്, സാധനം എന്നൊക്കെയാണ് പറയാം. ടൊബാക്കോ, പിന്നെ ഇതൊക്കെയാണ് എമർജൻ. ഇനിയും കൂടുതലുണ്ട്. സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ റെഫർ ടു ഡി അഡിക്ഷൻ സെൻറ്റർ ഓർ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ആർ ദ കീ ഹൈലൈറ്റ്സ്. പാർക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്നാണ് ഇതൊക്കെ പറയുന്നത്. അടുത്തത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൗ ടു പ്രിവെൻറ്റ് ദ മെൻ്റൽ ഇൽനെസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് പറയുന്ന 3 സ്റ്റേജിലാണ് ഞാനിത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടതാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈല് സ്വീകരിക്കുക. ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് എന്താണ്, നിങ്ങൾക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യാനാണ് തോന്നുക? കറക്റ്റ് ഒരു 6-7 മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതാണ്. നേരത്തിന് ഫുഡ് കഴിക്കണം. പിന്നെ ഹൈജീൻ പാലിക്കുക. പിന്നെ അഡിക്ഷനാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാറ്റുക. ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ബിലോ 30 മിനിറ്റ്സാണ് അവർ ഫോൺ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആരായാലും അവർ ചുമ്മാ സമയം ഫോണിൽ കളയില്ല. അപ്പോൾ പോലെ നമുക്ക് ഫോൺ അഡിക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലേക്കാണ് കൺവെർട്ട് ചെയ്യുക. ഇപ്പം ഞാനും അത് ചുമ്മാ റീൽസൊക്കെ കണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, സമയം കളയും. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്കിത് പഠിക്കാനുള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്കത് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചൂസ് ചെയ്ത മെത്തേഡ്. ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതിന് വേണ്ടി യോഗ ചെയ്യാം, സൂംബ ഡാൻസിന് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഹോബീസ് എന്താണ് അത് വളർത്തിക്കൊണ്ടുവരിക. ഗാർഡനിങ് ആണ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുന്നതാണ്, എന്തെങ്കിലും കിച്ചൺ ആക്ടിവിറ്റീസോ, അല്ലെങ്കിൽ ചുമ്മാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്ത് നടക്കുന്നത്. അങ്ങനെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് പല മെത്തേഡ്സും ഉണ്ട്. അതിനൊന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളും സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും സപ്പോർട്ട് കിട്ടും ഓട്ടോമാറ്റിക്കലി. ദെൻ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ വല്ല ഇംഗ്ലീഷൊക്കെ പഠിക്കുക. LTSന് നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അങ്ങനെ നമ്മൾ നല്ല മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുക. The promotion of mental health through healthy lifestyle, stress management, social support and life skills education. പിന്നെ വേറൊരു മെത്തേഡാണ് റെഡ്യൂസിങ് ദ റിസ്ക് ഫാക്ടർ. റിസ്ക് ഫാക്ടേഴ്സ് പല കാരണങ്ങളും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, വൺ തിങ് ഈസ് പോവർട്ടി അല്ലെവിയേഷൻ, കുറയ്ക്കുക, ലഘൂകരിക്കുക, പോവർട്ടി കുറയ്ക്കുക. പിന്നെ വയലൻസ് പ്രിവെൻഷൻ, വയലൻസ് ഉള്ള സ്ഥലത്തു നിന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി നിർത്തുക. അപ്പം ചെറുപ്പത്തിൽ അവരുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നതായിരിക്കും അവർ അഡൾട്ട് സ്റ്റേജ് ആകുമ്പോൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ വയലൻസ് ആയിട്ടുള്ള സിനിമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് കൺട്രോൾ ചെയ്യുക. ഇതാണ് പ്രൈമറി പ്രിവെൻഷൻ. ഒന്ന് പ്രമോഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ത്രൂ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, സോഷ്യൽ സപ്പോർട്ട് ആൻഡ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ. പിന്നെ നമ്മൾ റെഡ്യൂസിങ് ദ റിസ്ക് ഫാക്ടേഴ്സ് ത്രൂ പോവർട്ടി അല്ലെവിയേഷൻ, വയലൻസ് പ്രിവെൻഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് കൺട്രോൾ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ ആണ്. പ്രൈമറി പ്രിവെൻഷൻ എന്തായിരുന്നു? ബിഫോർ ഓൺസെറ്റ്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ വന്നുകൊണ്ടിരിക്കുക, എന്തായാലും വരും എന്ന് ഉറപ്പുണ്ട്. അത്തരം കേസിൽ നമുക്ക് വേഗം ഇൻ്റർവീൻ ചെയ്യാമല്ലോ. എക്സാമ്പിൾ പോസ്റ്റ് പാർട്ടം മദേഴ്സ്.
എന്താണ് ഈ പോസ്റ്റ് പാർട്ടം മദേഴ്സിന് ഉണ്ടാവാൻ പോകുന്ന റിസ്ക്? ദേ ആർ ദ വി ഷുഡ് സ്ക്രീൻ ദ ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന 2 ടീമാണ്. ഒന്ന് പോസ്റ്റ് പാർട്ടം മദർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അഡോളസെൻറ്റ്. അതായത് സഡൻ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ദെയർ ബോഡി റിക്കവർ ആൻഡ് റിട്ടേൺ ടു ദ പ്രഗ്നൻസി സ്റ്റേറ്റ്. ലൈക്ക് ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ പോലെ ഇനേഷ്യ ഓഫ് പ്രഗ്നൻസി. പെട്ടെന്ന് കുഞ്ഞുണ്ടായതിന് ശേഷം ലോട്ട്സ് ഓഫ് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അക്യൂട്ട് ഫേസ്, സബ് അക്യൂട്ട് ഫേസ്, അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, പക്ഷേ ഒന്ന് റഫായിട്ട് പറയുകയാണെങ്കിൽ അക്യൂട്ട് ഫേസിൽ അവർക്ക് പോസ്റ്റ് പാർട്ടം ഹെമോറേജ്, ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 24 hours വൺ ഡേ ഫുൾ അവരെ ആ ഒരു കാര്യത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ ദെൻ 2 to 6 weeks ദെയർ ബോഡി അണ്ടർഗോ മേജർ ചേഞ്ചസ് ലൈക്ക് യൂട്രസ് ഷ്രിങ്കിങ്, ഇനിഷ്യേഷൻ ഓഫ് കൺസിസ്റ്റൻറ്റ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ അങ്ങനത്തെ മേജർ ബോഡിലി ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ് ആ സബ് അക്യൂട്ട് ഫേസ്. ദെൻ പിന്നെ ഒരു 6 weeks to 6 months അല്ലെങ്കിൽ അപ് ടു 1 year ഒരു ഗ്രാജുവൽ മസിൽ കണക്റ്റീവ് ടിഷ്യൂ റിക്കവറി നടക്കുന്ന സമയം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ഷിഫ്റ്റ്, ദ ഡ്രോപ്പ് ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ സഡൻ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്. അപ്പോൾ ഒരു മൈൽഡ് സാഡ്നെസ് ഒക്കെ ഉണ്ടാവും, ബേബി ബ്ലൂ എന്ന് പറയും. ഇതിൻ്റെ സിവിയറിറ്റിനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുക. ലൈക്ക് അവർക്ക് ഫാറ്റിക്, നൈറ്റ് സ്വെറ്റ്, അല്ലെങ്കിൽ 3 months ഹെയർ ലോസ്. അപ്പോൾ ഇവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 5-5-5 റൂൾ ഇറക്കിയിട്ടുണ്ട്. 5 days ഇൻ ദ ബെഡ്, 5 days ഓൺ ദ ബെഡ് ആൻഡ് 5 days അറൗണ്ട് ദ ഹൗസ്, അങ്ങനെയൊക്കെ. ആൻഡ് ദേ മെയിൻറ്റെയിനിങ് എ ന്യൂട്രിയൻ ഡെൻസ് ഫുഡ്. അപ്പോൾ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് പോസ്റ്റ് പാർട്ടം മദേഴ്സ്. അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ സ്ക്രീൻ ചെയ്യണം. അതുപോലെ വേറൊരു കാറ്റഗറിയാണ് അഡോളസെൻറ്റ്. അഡോളസെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ, മെച്യൂർ ആകുമ്പോൾ അവരുടെ ജെനിറ്റൽ ഓർഗനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുക, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാലോ. അതൊക്കെ തടഞ്ഞോട്ടാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ നടത്തുന്നത്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഡിപ്രഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് ഈ 2 കാറ്റഗറിക്കും, പോസ്റ്റ് പാർട്ടം മദേഴ്സിനും അതുപോലെ അഡോളസെൻസിനും. അവർക്ക് എന്താ ഉണ്ടാവണമെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ ഏർലി ട്രീറ്റ്മെൻറ്റ് ടു റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ആൻഡ് സിവിയറിറ്റി. അപ്പോൾ ഏർലി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കൗൺസിലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ അത്രയേ വേണ്ടോ. അപ്പോൾ അവരുടെ സിവിയറിറ്റി അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അഡോളസൻസ് ആകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഈവൻ സംടൈം അച്ഛനമ്മ ഇല്ലാത്ത മക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നമ്മളാരെങ്കിലും അവർക്ക് അങ്ങനെ എന്തെങ്കിലും തുറന്നു പറയാൻ അവസരം ഉണ്ടെങ്കിൽ, അവസരം കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടും. അത് ഉള്ളിൽ തന്നെ വെച്ച് വേറെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് അത് നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷനാണ്. അതായത് ഓൾറെഡി എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു മെൻ്റൽ ഇഷ്യൂ വരാനുള്ള ഹൈ റിസ്ക് ചാൻസ് ഉണ്ട്, വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഏറ്റവും ബെറ്റർ പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിവെൻഷനാണ്, വരുന്നതിന് മുമ്പ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു, സെക്കൻഡറി പ്രിവെൻഷൻ വരുമ്പോൾ എന്തെങ്കിലും വരും, അപ്പോൾ ആ ഒരു കണ്ടീഷൻ അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അപ്പോൾ നമ്മൾ റീഹാബിലിറ്റേഷൻ, ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഇസ് മോർ ഗുഡ്. കാരണം തൊഴിലധിഷ്ഠിത പുനരധിവാസം, നമ്മൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും എൻഗേജ് ആയിരുന്നാൽ മതി. എന്തിനെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും. അപ്പം അതാണ് തൊഴിൽ കൊടുക്കുന്നത്. തൊഴിൽ പ്ലസ് റീഹാബിലിറ്റേഷൻ ആണ് ടെർഷ്യറി പ്രിവെൻഷൻ്റെ ഒരു ഓപ്ഷൻ. ദെൻ കമ്മ്യൂണിറ്റി കെയർ, ഫാമിലി സപ്പോർട്ട്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, ഇത്രയേ ഉള്ളൂ ടെർഷ്യറി പ്രിവെൻഷന്. ഇനിയും പല മെത്തേഡ്സ് നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ കീ സ്ട്രാറ്റജീസ് ഇൻ ഇന്ത്യ, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും പല സ്റ്റിഗ്മ ഒഴിവാക്കാനും പിന്നെ ഈ സർവീസും കൂടുതൽ ആക്സസിബിൾ ആക്കാനും വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ, നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം സ്കൂൾസും കോളേജുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് കെയർ ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പണ്ടൊക്കെ മെൻ്റൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്റർ ഇവിടെ കൊണ്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇത്തരം രോഗികളാ തോന്നുന്നവരെ കൊണ്ടുവിടലായിരുന്നു പണി. പക്ഷേ നൗ ഇറ്റ് ഈസ് മോർ ഡീസെൻട്രലൈസ്ഡ് സർവീസ് വിച്ച് ഈസ് ക്ലോസ് ടു ദ പീപ്പിൾസ് ഹോം.
ഇത് നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനൊരു സർവീസ് ഉണ്ടെങ്കിൽ ചെക്കപ്പിനൊക്കെ പെട്ടെന്ന് പോവാനും ഒക്കെ സൗകര്യമാക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് കെയർ നടത്തുന്നത്. ദെൻ ഇൻറ്റഗ്രേറ്റ് വിത്ത് ജനറൽ ഹെൽത്ത് കെയർ ലൈക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഓർ സബ് സെൻറ്റേഴ്സ്. അപ്പോൾ കുറച്ചുകൂടി അക്സസിബിലിറ്റി കിട്ടും. അക്സസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം, പ്രിൻസിപ്പിൾ. ഇൻറ്റഗ്രേഷൻ വിത്ത് ജനറൽ ഹെൽത്ത് കെയർ ലൈക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ സബ് സെൻറ്റേഴ്സ്. The third objective is involvement of the community, family and non-specialist. അതായത് ആശാ വർക്കേഴ്സാണ് ഈ നോൺ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിൽ പെടുന്നത്. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് വരുത്തുക, അതായത് ഇത്തരം രോഗികളെ നമുക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. ഇഫ് ദ സ്റ്റേജസ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ട്രീറ്റ് ചെയ്യാം, ഇവരുടെ ഹ്യൂമൻ റൈറ്റ്സൊക്കെ സാധിച്ചു കൊടുക്കാം. അതൊക്കെയാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇനി അതായത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി, ഫാമിലി ആൻഡ് നോൺ സ്പെഷ്യലിസ്റ്റ്. ഫോർത്ത് ഈസ് ഫോക്കസ് ഓൺ റീഹാബിലിറ്റേഷൻ, ഡീസ്റ്റിഗ്മറ്റൈസേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പോൾ ഒരു മെൻ്റൽ രോഗിയുള്ള വീടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെയുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കുക. പിന്നെ റീഹാബിലിറ്റേഷൻ, ഇവർക്കൊരു പുനരധിവാസം, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ നടത്തി കൊടുക്കുക. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് സർവീസാണ്. ദെൻ ഇൻ്റഗ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട് വിത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആൻഡ് സബ് സെൻറ്റേഴ്സ്. ദെൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി, ഫാമിലി ആൻഡ് നോൺ സ്പെഷ്യലിസ്റ്റ്. ദെൻ ഫോർത്ത് ഈസ് ഫോക്കസ് ഓൺ റീഹാബിലിറ്റേഷൻ, ഡീസ്റ്റിഗ്മറ്റൈസേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇനി എന്തൊക്കെ കമ്പോണൻസ് ആണ് ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് കെയറിൽ വരുന്നത്? കമ്പോണൻസ് എന്ന് പറയുമ്പം നമ്മൾ ഓരോ സ്റ്റേജ് വൈസാണ് ആദ്യം ഇവർ ചെയ്യുക. ദ ഗീവ് ട്രെയിനിങ് ടു ദ ജനറൽ ഹെൽത്ത് വർക്കേഴ്സ്. ആരൊക്കെ ഈ ജനറൽ ഹെൽത്ത് വർക്കേഴ്സ്? ഡോക്ടേഴ്സ് ഓഫ് കോഴ്സ്. ദെൻ ANM എന്ന് പറയുന്നത് ഓക്സിലറി നേഴ്സ് മിഡ് വൈഫാണ്. അത് വില്ലേജ് ലെവലിൽ ഫ്രണ്ട് ലൈൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്, അല്ല നേഴ്സസാണ്. ANMs, ഓക്സിലറി നേഴ്സ് മിഡ് വൈഫ്. പിന്നെ ആശാ വർക്കേഴ്സ് ഓൾസോ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഇൻ ബേസിക് മെൻ്റൽ ഹെൽത്ത് കെയറിൽ. ഇപ്പോൾ എക്സാമ്പിൾ ജസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ, ഓരോ സിംറ്റംസൊക്കെ മനസ്സിലാക്കാൻ. സെക്കൻഡ് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കോമൺ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, സൈക്കോസിസ്, എപ്പിലെപ്സി. ഇതൊക്കെ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അവർക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അറ്റ് PHC ലെവൽ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ലെവൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അഡ്മിറ്റ് ചെയ്യേണ്ട, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എങ്ങനെ ഇവിടെ തന്നെ ഇതിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനെ ഐഡൻറ്റിഫൈ, ഓരോ എന്താണ് അസുഖം എന്ന് കാറ്റഗറൈസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ലൈക്ക് എന്താ സൈക്കോസിസ്? എ പേഴ്സൺ ഹിയർ വോയിസസ് ഓർ സീ ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ്. ഇല്ലാത്ത കാര്യം കണ്ടു അല്ലെങ്കിൽ കേട്ടു എന്നൊക്കെ പറയണത്. അതുപോലെ സം പീപ്പിൾ ഡിസോർഗനൈസ്ഡ് ആയിട്ട് തിങ്കിങ് ചെയ്യില്ലേ, ലൈക്ക് അത്തരം ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പെട്ടെന്ന് അവരുടെ ടോപ്പിക് ഷിഫ്റ്റ് ചെയ്ത് പല സ്പീഡിൽ പല ഏരിയാസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അവർ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതൊരു കൈൻഡ് ഓഫ് സൈക്കോസിസ് ആണ്. പല ഒരു സിൻഡ്രോമാണ് സൈക്കോസിസ്. ഫ്രം വൺ ടോപ്പിക് ടു അനദർ അവരിങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുക. മാത്രമല്ല അതിൽ ഒരു സെൻസ് ഉണ്ടാവില്ല അവർ പറയുന്നത് എന്താണെന്നുള്ളത്. പിന്നെ സോഷ്യൽ വിത്ഡ്രോവൽ, സഡൻ ഡ്രോപ്പ് ഇൻ ദ സ്കൂൾ പെർഫോമൻസ്, ഇതൊക്കെ സിംറ്റംസ് ഓഫ് സൈക്കോസിസ്. എപ്പിലെപ്സി എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം, മാനേജ് ചെയ്യാം. ദെൻ തേർഡ് ഈസ് സപ്ലൈ ഓഫ് എസെൻഷ്യൽ സൈക്കോട്രോപിക് ഡ്രഗ്സ് ലൈക്ക് ആൻറ്റി-സൈക്കോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് തുടങ്ങിയിട്ടുള്ള മരുന്നുകളൊക്കെ വിതരണം ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. ദെൻ എന്ത് ചെയ്യണം? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് യൂണിറ്റ്സിലേക്കോ റെഫർ ചെയ്യാം. കാരണം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ലെങ്കിൽ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ലെവൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനുള്ള പെർമിഷനും കൂടി ഉണ്ട് ഇവിടെ. ദെൻ ഇവരുടെ ഫൈനൽ കമ്പോണൻ്റ് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കുക, സ്റ്റിഗ്മ റെഡ്യൂസ് ചെയ്യുക, IEC ആക്ടിവിറ്റീസ്, അതായത് ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് നടത്താം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്? ദിസ് റെഡ്യൂസസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ.
ഓൾറെഡി പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഓവർ ക്രൗഡിങ് ആവുമല്ലേ. അപ്പോൾ അവിടെ ഓൾറെഡി അഡ്മിറ്റായ ആൾക്കാരനെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന പ്രക്രിയ ഇല്ലെങ്കിൽ അവിടെ ഓവർ ക്രൗഡിങ് നടക്കും. അതുകൊണ്ട് ദിസ് റെഡ്യൂസസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് ഓവർ ക്രൗഡിങ് ഇൻ മെൻ്റൽ ഹോസ്പിറ്റൽസ്. Another advantage is it improve the access in a rural area where specialist service are scarce. ഈ മെൻ്റൽ ഹെൽത്ത് ഡോക്ടേഴ്സിന് അവരുടെ സർവീസ് പൊതുവെ റൂറൽ ഏരിയാസിൽ കുറവാണ്. അപ്പോൾ അവർക്ക് അവിടെ ആക്സസിബിലിറ്റി കൊടുക്കാൻ ഈ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് കെയർ സർവീസിന് സാധിക്കും. മാത്രമല്ല ദിസ് ഇസ് മോർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊമോട്ട് ഏർലി ഇൻ്റർവെൻഷൻ. എന്നുവെച്ചാൽ ഫുൾ മെൻ്റലായി കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യണേക്കാളും നേരത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാശ് കുറവായിരിക്കും. പിന്നെ മാത്രമുള്ളത് ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് ഉള്ള കാശ് കുറവാണ്. പിന്നെ സപ്പോർട്ട് ഫാമിലി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഇൻ എ കെയർ, അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അതായത് ഇവരെ ട്രീറ്റ് ചെയ്യാൻ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും സപ്പോർട്ടും ഇൻവോൾവ്മെൻറ്റും ഇതിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ ചാലഞ്ചസ് ഇൻ ഇന്ത്യ? ഇത് നടത്താൻ ഇന്ത്യയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യെസ്, ദ ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് മാൻ പവർ ആൻഡ് ഡ്രഗ്സ്. ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡ്രഗ്സ് വളരെ കുറവാണ്. ഡ്രഗ്സ് സംടൈം ഇത് ലൈഫ് ലോങ് ആയിരിക്കും. അതൊക്കെ ഒരു ചലഞ്ചാണല്ലോ. പിന്നെ ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് മാൻ പവർ, ആർക്കും ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പേടിയായിരിക്കും പൊതുവെ. അപ്പോൾ അങ്ങനെ ഡോക്ടേഴ്സും കുറവായിരിക്കും. പിന്നെ സ്റ്റിഗ്മ ആൻഡ് ലോ അവെയർനെസ്, അതായത് ഈ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് തന്നെ പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ ലൈഫിൽ. കാരണം അവർക്ക് അവെയർനെസ് ഇല്ല, അതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ കാരണങ്ങൾ അവരറിയുന്നില്ല. അപ്പോൾ ലോ അവെയർനെസ് ആണ് ഇതിനൊക്കെ നയിക്കുന്നത്. ആ ഒരു ചലഞ്ച് ഈ ഒരു സ്റ്റാർട്ടപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് കെയറിന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അതായത് ആരും വരുന്നില്ല. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസ് ഉണ്ടാവണ്ടേ. അപ്പോൾ ബിക്കോസ് ഓഫ് ദ സ്റ്റിഗ്മ ആൻഡ് ലോ അവെയർനെസ്. അനദർ റീസൺ ഈസ് ദ പുവർ ഫോളോ അപ്പ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി. നല്ല റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ നല്ല റിച്ചായ ആൾക്കാർക്ക് അവരുടെ ആൾക്കാരെ മെൻ്റൽ രോഗികളെ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി നല്ലതൊന്നുമല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ ആ ഒരു സ്കോപ്പ് നമ്മൾ കാണണം ഭാവിയിൽ. പിന്നെ പുവർ ഫോളോ അപ്പ് ചെയ്യണത് നമ്മളിപ്പോഴും ഡോക്ടറുടെ പിന്നാലെ നിന്ന് ചില പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ ഇടപെടേണ്ടിയിരിക്കും. കാരണം അവർ തന്നെ എടുത്ത് മരുന്നൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അത്തരം ചാലഞ്ചസാണ് ഇന്ത്യയിലുള്ളത്. കറണ്ട് ഇനീഷ്യേറ്റീവ് ഓഫ് ദ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ദേ എക്സ്പാൻഡഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ആൻഡ് ഓൾസോ ദേ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ടെലിമെഡിസിൻ ആൻഡ് ഓൾസോ ദ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ പാർട്ട്ണർഷിപ്സ്. അങ്ങനെയാണ് ഇപ്പോൾ NMHP കുറച്ച് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.